വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ്എഫ്ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണറും പ്രതിപക്ഷവും. സംഭവത്തിൽ എസ്എഫ്ഐയുടെ പങ്ക് വ്യക്തമെന്നും ടി.പി. കേസിനോട് ഉപമിച്ച് ഗവർണർ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും ഇത്തരം അക്രമങ്ങൾക്ക് എസ്എഫ്ഐ പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ സംഭവം രാഷ്ട്രീയമല്ലെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഭരണപ്രതിപക്ഷ നേതാക്കളും സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത്. സംഭവത്തെ ടി.പി. കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഗവർണറുടെ പ്രതികരണം. DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. Some temporary benefits. They do not realize that their future is at stake. So I feel extremely sorry about it. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്നും പിന്നിൽ എസ്എഫ്ഐ ആണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എസ്എഫ്ഐയെ അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഈ കേസിന് ഇത്തരം കാര്യങ്ങളിൽ ഇവരെ എല്ലാം ഇതിന് പ്രേരിപ്പിച്ച ആദ്യത്തെ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിലെ ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമം പോലെയായി മാറുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് SFIയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെന്റിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജ് അധികൃതർക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു. എൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട് മുമ്പ് SFI ചേട്ടന്മാർ ഭയങ്കര പ്രശ്നമാണ് സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞാൽ. തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ച തമാശ ആയിരിക്കുന്നു. അത് മരണത്തിലും മുതലെടുക്കണ ഈ ചേട്ടകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ്. ഞാൻ പറഞ്ഞു ഒരു കരിങ്കോടി ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ വഴിയിൽ നിന്ന് കാണല്ലേ, എല്ലാ പോസ്റ്ററും മാറ്റണം, എല്ലാം നിങ്ങൾ അനുശോചനം വെച്ചിരിക്കണം, എല്ലാം വലിച്ചു കയറി കളയണം, ഒന്നും അവിടെ വേണ്ട, എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കൊണ്ട് വെച്ചേക്കുന്നത്. അതേസമയം സംഭവം രാഷ്ട്രീയമല്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ. അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെ ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. ആ സംഭവം ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. മകന് നീതി കിട്ടുന്നതുവരെ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം വ്യക്തമാക്കി. സംഭവത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.